JP നദ്ദയാണ് അമിത്ഷായ്ക്ക് ശേഷം BJPയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുന്നത്. JP നദ്ദയ്ക്ക് ശേഷം ആരായിരിക്കും ദേശീയ അധ്യക്ഷനായി വരിക എന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്. പാർലമെൻറ്റിലടക്കം അഖിലേഷ് യാദവ് അമിത്ഷായെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ഒരു അധ്യക്ഷനെ പോലും സെലക്ട് ചെയ്യാനായി സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതിന് അമിത്ഷാ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ കുടുംബ ആധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല, കോടിക്കണക്കിന് പ്രവർത്തകർ ഞങ്ങൾക്കുണ്ട്. ആ കോടിക്കണക്കിന് പ്രവർത്തകരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് സമയമെടുക്കും. നിങ്ങളുടെ പാർട്ടിയെ പോലെ അച്ഛൻ കഴിഞ്ഞാൽ മകൻ, മകൻ കഴിഞ്ഞാൽ മകൻ്റെ മകൻ, മകൻ്റെ മകൻ കഴിഞ്ഞാൽ അടുത്ത മകൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പാർട്ടിയിൽ അധ്യക്ഷന്മാരെ വയ്ക്കാറില്ല എന്നുള്ളതാണ്. എളിഭ്യനായ അഖിലേഷ് യാദവിൻ്റെ ആ ഒരു മുഖം വളരെ വൈറലായിരുന്നു ഒരു സമയത്ത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരായിരിക്കും നിലവിൽ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. പക്ഷേ BJP ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് നീങ്ങിയേക്കാമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. BJPക്ക് ആദ്യമായ ഒരു വനിതാ ദേശീയ അധ്യക്ഷയെ ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത്. പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ കുറച്ചു കാലമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ നിരവധി പ്രമുഖ വനിതാ നേതാക്കളുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നു. 2024 ജൂൺ വരെയാണ് ഇപ്പോൾ JP നദ്ദയുടെ കാലാവധി നീട്ടിക്കിട്ടിയിരിക്കുന്നത്. വനിതാ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം സമീപ വർഷങ്ങളിൽ വനിതാ വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ BJP വിജയിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ വിജയം കണ്ടെത്തിയിട്ടുണ്ട്. JP നദ്ദയുടെ കാലാവധി ജനുവരിയിൽ അവസാനിച്ചു 2023. പക്ഷേ പാർട്ടി അദ്ദേഹത്തിൻ്റെ കാലാവധി 2024 ജൂൺ വരെ നീട്ടി. ഇനി പുതിയ പ്രസിഡന്റിനെ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. 3 പ്രമുഖ വനിതാ നേതാക്കളുടെ പേരുകൾ ചർച്ചയിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാരാമനാണ്. നിലവിലെ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഈ മത്സരത്തിൽ മുൻനിരക്കാരിയായി കണക്കാക്കപ്പെടുന്നത്. നിർമ്മല സീതാരാമൻ അടുത്തിടെ BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദയും ജനറൽ സെക്രട്ടറി BL സന്തോഷിനെയും പാർട്ടി ആസ്ഥാനത്ത് സന്ദർശിച്ചു എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം. അവരുടെ സാധ്യമായ നിയമനം പാർട്ടിക്ക് ഒരേ സമയം ഒന്നിലധികം തന്ത്രപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് അണിയറ പ്രവർത്തകർ വിശ്വസിക്കുന്നു. എന്തായാലും രണ്ടാമത് D പുരന്തേശ്വരിയാണ്. പുരന്തേശ്വരി ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ പുരന്തേശ്വരി ഒരു പ്രധാന സ്ഥാനമുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു MP ആണ് പുരന്തേശ്വരി. കൂടാതെ സംസ്ഥാനത്തെ BJP പ്രസിഡന്റിനെ ഉത്തരവാദിത്വവും അവർ നിർവഹിച്ചിട്ടുണ്ട്. സുഷമ സ്വരാജിനെ പോലെ ശക്തിയായ പ്രാസംഗികയായ പുരന്തേശ്വരിയെ കണക്കാക്കുന്നു. 2 പ്രധാന ദേശീയ പാർട്ടികളിൽ അവർക്ക് വിജയകരമായിട്ടൊരു കരിയർ ഉണ്ടായിരുന്നു. അവർക്ക് ബഹുഭാഷാ പ്രാവീണ്യമുണ്ട്. അതായത് തെലുങ്ക്, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. 2023 ജൂലൈയിൽ ആന്ധ്രാപ്രദേശിലെ BJP സംസ്ഥാന പ്രസിഡന്റായി അവർ നിയമിതയായി. അടുത്ത കാലം വരെ ആ പദവി വഹിച്ചു. ഇത് കൂടാതെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയ ബഹുകക്ഷി പ്രതിനിധി സംഘത്തിലെയും പുരന്തേശ്വരി തിരഞ്ഞെടുത്തു. ഇത് പാകിസ്ഥാനെ വിദേശത്ത് തുറന്നു കാട്ടാനായി സഹായിച്ചു എന്നുള്ളതാണ് BJPയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വാനതി ശ്രീനിവാസനാണ്. അറിയപ്പെടുന്ന അഭിഭാഷകയും രാഷ്ട്രീയകാരിയുമായിട്ടുള്ള വാനതി ശ്രീനിവാസൻ നിലവിൽ തമിഴ്നാട് നിയമസഭയിലെ കോയമ്പത്തൂർ സൗത്തിൽ കമലഹാസനെ തോൽപ്പിച്ചുകൊണ്ട് BJP MLA ആണ്. 1993 ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. അതിനുശേഷം അവർ പാർട്ടി സംഘടനയിൽ തുടർച്ചയായി മുന്നേറിക്കൊണ്ടിരുന്നു. സംസ്ഥാന സെക്രട്ടറിയായി, ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുള്ള വാനതി തമിഴ്നാട് BJPയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 ഒക്ടോബറിൽ BJP മഹിളാ മോർച്ചയുടെ ദേശീയ പ്രസിഡന്റായി അവർ നിയമിതയായി. പാർട്ടി സ്ത്രീകൾക്കിടയിൽ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്താണ് അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. 2022 അവർ BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അംഗമായി. ഈ അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ തമിഴ് വനിതയെ അവർ മാറി. പാർട്ടിക്ക് അവരുടെ വളർന്നു വരുന്ന സ്വാധീനത്തിനും ദീർഘകാല സംഭാവനയ്ക്കും ഈ നിയമനം ഒരു തെളിവാണെന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ 3 പേരും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. അതായത് സൗത്ത് ഇന്ത്യയിൽ ഒരു വലിയ അഴിച്ചു പണിക്കാണ് BJP നടത്തുന്നത്. അതിൽ BJPയുടെ ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഇവർ ഒരു വനിതയാണ്. 3 വനിതകളാണ്. 3 വനിതകളും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ 3 വനിതകൾക്കും ബഹുഭാഷാ പ്രാവീണ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് തെലുങ്ക്, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലെല്ലാം തന്നെ എതിരാളികളോട് സംസാരിച്ച് അവരെ അമ്മാനമാടാൻ കഴിയുന്ന ബഹുഭാഷാ പ്രാവീണ്യമുള്ളവരാണ്. ഇത് തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് BJP നടത്തുന്ന ഒരു വലിയ ഓപ്പറേഷനാണ് എന്നുള്ള ഒരു സംസാരവും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.